ദേ ഈ പശുവിനെ കറന്നിട്ട് വരുന്ന ആരാന്നറിയാമോ? റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹത്തിന്റെ സ്വന്തം പശുവിനെ കറന്നിട്ടാണ് ഈ വരുന്നത്. ഒത്തിരി കൃഷികളുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. 2 ഏക്കർ അത് ഫുള്ളായിട്ട് കൃഷിയാ. എന്തൊക്കെയാ കൃഷികൾ ചെയ്യുന്നത്? ഓരോ സീസണിലും ആയിരിക്കും കൃഷി ചെയ്യുന്നത്. എള്ള് എത്ര വാഴയുണ്ട് മൊത്തം? 100 എണ്ണം. കുടുംബപരമായിട്ട് കൃഷി തൊഴിലാളികളെ ഭൂമിയൊന്നുമില്ല. മറ്റേ ആളുകൾക്ക് നാട്ടിലൊക്കെ വലിയ പൂടങ്ങളായിരുന്നു. എത്ര 2 കിലോ വൻപയർ വാങ്ങിച്ചിട്ട് വെച്ചിട്ടാണോ ഇങ്ങനെ ഉണ്ടാക്കിയത്? എത്ര കിലോ കിട്ടിയെന്നാ പറഞ്ഞ? ഒരു 15-20 കിലോ ആയി. ഹായ്, ഞാൻ അഭിലാഷ് കരിമുളക്കൽ, ബണ്ടിക്കാവ് സർവീസ് സഹകരണ ബാങ്കിലെ കൃഷി ഓഫീസറാണ്. ഇന്ന് എൻ്റെ കൂടെ ഒരു കർഷകനുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഫുൾ ടൈം കർഷകനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പലതരം കൃഷികളുമായിട്ട് കൃഷിയിൽ തന്നെയാണ് ജീവിതം. അത്തരത്തില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് സാറേ പിന്നെ ഇവിടുത്തെ കൃഷികൾ എന്തൊക്കെയാണ്? ഞാൻ ആ സീസൺ അനുസരിച്ച് എല്ലാ കൃഷികളും ചെയ്യും. നെൽകൃഷി ചെയ്യും. നെൽകൃഷിയുണ്ട്, എള്ള്, പിന്നെ മരച്ചീനി, ഏത്തവാഴ, പച്ചക്കറി ഇല്ലേ? തെങ്ങ് പ്രധാനമായിട്ടും. പച്ചക്കറി കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ വീടിന്റെ മുകളിൽ, ടെറസിന്റെ മുകളിൽ കുറെ കൃഷികളൊക്കെ ഉണ്ട്. തെങ്ങ് ഒരുപാടുണ്ട്. തെങ്ങ് 200 മൂടുകളോളം. 200 മൂട്. അത് ശരി. തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ നല്ല വിലയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വാസുദേവൻ സാറിന്റെ കൃഷി വിശേഷങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എത്ര വാഴയുണ്ട് മൊത്തം? 100 എണ്ണം. എല്ലാം ഏത്തവാഴയാ? ഏത്തവാഴ 100, ഞാലിപ്പൂവൻ 50 എണ്ണം. അപ്പൊ പാസർ സാറിന് അടുത്ത ഓണക്കാലത്ത് വിളവെടുക്കാൻ പാകത്തിന് 100 ഏത്തവാഴയും 50 ഞാലിപ്പൂവനും. ഞാലിപ്പൂവനും ഓണത്തിന് വെട്ടാൻ പറ്റുമല്ലോ. ഇതെല്ലാം ഓണത്തിന് വിളവെടുക്കാം, ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക്. അപ്പം റിട്ടയർമെന്റ് ജീവിതം ഫുൾ കൃഷിയിലാണ്. പിന്നിടയ്ക്ക് ബാങ്ക് ജോലി. ബാങ്കിലെ ഭരണിക്കാവ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാവേലിക്കര കോപ്പറേറ്റീവ് ഹൗസിംഗ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി. അപ്പം റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം ഒരു ബാങ്കിന്റെ ഭരണസാരഥ്യം വഹിക്കുന്നുണ്ട്. സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിന്റെ ഇടയിലാണ് ഈ കൃഷികളൊക്കെ നടത്തുന്നത്. സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ട് പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം എന്താ കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം? കൃഷി പണ്ട് പോലെ താല്പര്യമായിരുന്നു അതോ എങ്ങനെയാണ്? ചെറുപ്പത്തിൽ ഞങ്ങള് കുടുംബപരമായിട്ട് കൃഷി തൊഴിലാളികളെ ഭൂമിയൊന്നുമില്ല. മറ്റേ ആളുകൾക്ക് നാട്ടിലൊക്കെ വലിയ പൂടങ്ങളായിരുന്നു. അപ്പൊ അവർക്കൊക്കെ അച്ഛനും അമ്മയും കൃഷി ചെയ്യും. അവരുടെ കൂടെ പിന്നെ കൃഷി കണ്ട് ചെയ്തും പഠിച്ചു ജീവിക്കാൻ വേണ്ടി. അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷം എന്തൊരു സ്ഥലമുണ്ട് മൊത്തത്തില്? ഇപ്പൊ എനിക്ക് 2 ഏക്കർ 2 ഏക്കർ. അത് ഫുള്ളായിട്ട് കൃഷിയാ. എന്തൊക്കെയാ കൃഷികൾ ചെയ്യുന്നത്? കൃഷി ഓരോ സീസണിലും ആയിരിക്കും കൃഷി ചെയ്യുന്നത്. എള്ള് എത്ര ഏക്കർ ചെയ്തു? 60 സെന്റ്. കരയിലായിരുന്നു എള്ള് കൃഷി. ഇപ്പൊ ഓണാട്ടുകരയാണല്ലോ, കരയിൽ നെല്ല് കൃഷിയാവല്ലോ. പിന്നെ എന്താ കൃഷി? നെല്ല് കൃഷി ഉണ്ടായിരുന്നു. നെല്ല്. അപ്പം ഈ വയലുണ്ട്? വയലല്ല, എല്ലാം ഇപ്പൊ വയലായിട്ട് കിടക്കുന്നത് വെള്ളമാണ്. അത് ശരി. അപ്പൊ ഈ നെല്ല്, എള്ള്, പിന്നെ ഈ തവണ എന്തായിരുന്നു പച്ചക്കറി ഏതായിരുന്നു? പച്ചക്കറി കൃഷി മുകളിലെ കുറെ മക്കളെ ടെറസിലെ മട്ടുപ്പാവ് കൃഷി. പിന്നെ ഞാനിപ്പോ ചെയ്തത് ഒരു 40 സെന്റ് സ്ഥലത്ത്, നിലവല്ല, എള്ള സമയത്ത് വയ്ക്കാൻ പറ്റില്ല. അത് വെറുതെ കിടന്നപ്പോ ഞാൻ പലചരക്കടയിൽ നിന്ന് 2 കിലോ കുറ്റിപ്പയർ, വൻപയർ, ഭയങ്കരമായ വിളവായി. വൻപയർ ഇപ്പൊ 20 കിലോ സൈസ് ആക്കി വെച്ചു. അതെ, 2-3 കിലോ കിട്ടുന്നുണ്ട് വൻപയർ. അത് ശരി. അത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്? അത് ശരി. തോന്നിയത് അതാണോ ഇപ്പൊ ഉണക്കാൻ ഇട്ടേക്കുന്നത്? ഇന്നത്തെ മാത്രമാണ്. രാവിലെ ഞാനൊരു 2-3 മണിക്കൂർ കൃഷി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ബാങ്കിലേക്ക് പോകുന്നത്. അത് ശരി. അതിന്റെ സെക്രട്ടറി ആയിട്ട്. വാസുദേവൻ സാറിന്റെ കുറ്റിപ്പയർ കൃഷിയാണ് ഈ കാണുന്നത്. ഇതാണോ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചെന്ന് പറഞ്ഞ? അത് ശരിയാ. ഇത് എല്ലാം കൂടെ ഒരു 10-40 സെന്റ് സ്ഥലം ഇത് മൊത്തം. അത് ശരി.
ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ വൻപയർ വെച്ച. അത് വിളവെടുപ്പ് ഏതാണ്ട് തീരാറായി. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം തീർന്നത് ഈ തെങ്ങിന്റെയൊക്കെ ചോട്ടിലെ വളമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ വൻപയർ കൃഷി വന്നുകൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. ഒന്നാമത് ഇതേപോലെ നമുക്ക് പയർ പറിക്കാം. രണ്ടാമത് നമ്മുടെ മണ്ണിലേക്ക് ആവശ്യമുള്ള നൈട്രജൻ, പാക്യജനകം അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഈ പയർ ചെടിയുടെ വേരുകൾ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ വേരിലേക്കും നിക്ഷേപിക്കും. അപ്പൊ അത്തരത്തില് ഒരു തവണ പയർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് യൂറിയ പ്രയോഗം പൂർണ്ണമായി ഒഴിവാക്കാം. യൂറിയ നൈട്രജന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഒരു രാസവളത്തിന്റെ പേരാണ് യൂറിയ പൂർണ്ണമായി ഒഴിവാക്കാം. 1 ഏക്കർ വൻപയർ കൃഷി ചെയ്താൽ പൂക്കുന്നതിന് തൊട്ട് മുമ്പ് ഉഴുതി ചേർത്താൽ ഏകദേശം 100 കിലോ യൂറിയ വാങ്ങിക്കുന്ന അത്തരത്തിലുള്ള നൈട്രജൻ മണ്ണിലേക്ക് നിക്ഷേപിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. അതായത് 1 ഏക്കറിൽ നിന്ന് വൻപയർ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന നൈട്രജൻ മണ്ണിലേക്ക് നിക്ഷേപിക്കുന്ന വഴി ഏകദേശം 100 കിലോ യൂറിയയുടെ നൈട്രജൻ മണ്ണിലേക്ക് നിക്ഷേപിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ എത്രത്തോളം പരിസ്ഥിതി പ്രാധാന്യമുള്ളതും അതുപോലെ ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് ഈ വൻപയർ കൃഷി അഥവാ പയർ കൃഷി. ആശ്രയ സാറിന്റെ കോഴികളാ കേട്ടോ. ബീവി 350 ആണോ? അതെന്ന് തോന്നുന്നല്ലോ. നാടനാ? അത് ശരി. എത്ര കോഴികളുണ്ട്? 35 ആയിരുന്നു, 5 എണ്ണം പോയി. അതെ. കോഴിമുട്ട വിൽക്കുകയാണോ? ആണ്. 10-30 മുട്ട കിട്ടുമോ ഒരു ദിവസം? മുട്ടയിടാൻ തുടങ്ങിയേ ഉള്ളൂ. ശരി. ഓക്കെ. പാസരി സാറിന്റെ കപ്പ കൃഷിയാണ്. ഏതാണ്ട് ഒരു 10-25 സെന്റ് സ്ഥലത്താണ് ഈ കപ്പ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതും അടുത്ത ഓണത്തിന് വിളവെടുക്കാൻ പാകും അല്ലേ? ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലാണ് ഈ കപ്പ ഉപ്പേരിയൊക്കെ ഓണത്തിന് വളരെ ഡിമാൻഡുള്ള ഒരു സംഗതിയാണ്. അതിന് പറ്റിയ ഇനമാണ് ഏത്തക്ക കപ്പയാണെന്ന് തോന്നുന്നു അല്ലേ? ഏത്തക്ക കപ്പയാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പൊ തന്നെ ഒരു 6 അടിയിലേറെ ഉയരമുണ്ട്. അതിന്റെ ആ പരിചരണം കണ്ടാൽ തന്നെ അറിയാം നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പം ഫാസിൽ സാറ് ഈ 10-25 സെന്റ് സ്ഥലത്ത് കപ്പയും കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിപ്പണികളൊക്കെ ഈ വാഴ നടുന്നതും ചേന നടുന്നതും ചീന നടുന്നതും ഒക്കെ ആരാണ്? പണിക്കാരെ വിളിക്കുമോ അതോ? 80% സ്വന്തമായിട്ട്. ഈ നിലമൊക്കെ ഉഴാൻ വേണ്ടി ട്രാക്ടറും ടില്ലറും ഒക്കെ വാങ്ങി, ബാക്കിയൊക്കെ നമ്മൾ സ്വന്തം. അത് ശരി. പിന്നെ 1-2 സ്ഥിരം ജോലിക്കാരുണ്ട്. അവര് ഞാൻ നിൽക്കുമ്പോഴേ നിർത്തത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന അത്രയും പണി ചെയ്യണം അല്ലേ? ശരി. അവരുടെ സഹായമുണ്ട്. വീട്ടിൽ മക്കൾ ആരെങ്കിലും സഹായിക്കുക? മക്കള് പണ്ട് വലിയ സഹായമായിരുന്നു. ഇപ്പൊ അവർക്ക് സമയമില്ല. പഠിത്തം പഠിപ്പില്ല. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തമോൻ PhD ഫൈനൽ സ്റ്റേജ്. ഏത് വിഷയം? ഫിഷറീസ്. ഇളയമോൻ PG കഴിഞ്ഞു, MSc ആയിരുന്നു, സോളജി ആയിരുന്നു. കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ജോലിയെല്ലാം ഇന്റർവ്യൂ വഴി ലിസ്റ്റായി. ഈ മാസം അടുത്ത മാസം പോസ്റ്റിംഗ് ആവും. അപ്പൊ തീർച്ചയായിട്ടും റിട്ടയർമെന്റ് ജീവിതം വളരെ സന്തോഷപ്രദമാണ്. കൃഷിയും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ആയിട്ട്. ഇതിന്റെ വരുമാനം എങ്ങനെയുണ്ട്? കൃഷിയുടെ വരുമാനം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നോണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഭാരിച്ച ഒരു കൂലി ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നോണ്ട് കൊറേയൊക്കെ. ഈ തെങ്ങ് എന്തോരം ഉണ്ട്? തെങ്ങ് മൊത്തം 200 മൂട് തെങ്ങുണ്ട്. അപ്പം തെങ്ങിൽ നിന്ന് നല്ല ആദായം കിട്ടും. അതായത് തേങ്ങയായിട്ട് ഇത്തവണ നല്ല തേങ്ങയ്ക്ക് നല്ല വിലയായിരുന്നല്ലേ? അപ്പം ശരി, സന്തോഷം.